നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു പ്രായം കൊണ്ട് വളരെ യങ്ങായ ഒരു പെൺകുട്ടിയെ മേത്തച്ചി എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ നിന്റെ അമ്മയുടെ രണ്ടാം ഭാര്യ ഭർത്താവിന്റെ കൂടെ കിടപ്പെന്ന് ചോദിച്ചാൽ പരസ്യമായിട്ട് രഹസ്യമായിട്ടല്ല ചോദിക്കണേ. അല്ലെങ്കിൽ നിനക്ക് മോഹൻലാലുമായിട്ട് അമിഹിത ബന്ധമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവൻ തങ്കക്കുറവെന്ന് പറഞ്ഞാണ് മലയാള സിനിമയിലെ കുറെ കൂതറ സ്ത്രീകൾ കൊണ്ടു നടക്കുന്നത്. അവളെ പിന്തുണയ്ക്കാൻ അവൾ കൂടി ഭരിക്കുന്ന സംഘടന പോലും ഇല്ലാത്ത നാടാണ് കേരളം. പണ്ടുള്ളവർ പറയും അറുവാണി തുനിഞ്ഞാൽ നിർവ്വാണമില്ല എന്ന്. ആ പഴഞ്ചൊല്ലുകളൊന്നും ഈ പെൺകൊച്ചിന് അറിയില്ല. ഒരു മഹാകൂതറ കൊടുത്ത ഉണ്ടല്ല പിടി പരാതിയിൽ ഈ പെൺകുട്ടിയെ ഒരു എസ് ഐ, ഒരു വനിതാ എസ് ഐ 3 മണിക്കൂറിലധികം ഒരു സ്റ്റേഷനിൽ പിടിച്ചു വെച്ച പെൺകൊച്ചിന് ഇവിടെ പിന്തുണയില്ല. ഈ WCC എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന തലി കണ്ട വെച്ച കുറെ കൂതറകളുണ്ടല്ലോ വേറെ, ഇതൊക്കെ ഇവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരൊറ്റയാണ് ഈ പെൺകൊച്ചിന് പിന്തുണ കൊടുക്കുന്നില്ല. ഭാഗ്യം കൊണ്ടു നടക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടും അപാരമായ തൊലിക്കെട്ടി ഉള്ളതിനാലും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തൊട്ടിത്തനം മായാതെ കിടക്കുന്നതിനാലും പ്രോത്സാഹിപ്പിക്കാൻ കൂടെ നിൽക്കാൻ കുറെ അലവലാദികൾ കൂട്ടുള്ളതിനാലും നനച്ചിരിക്കാതെ കുറെ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസിൽ ഉള്ളതിനാലും അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും പിടിക്കും ഉറപ്പാണ്. ഈ ജനസിലെ ഒരു സിനിമാക്കാരനാണോ ടിനിട്ടം എന്ന മഹാൻ നാക്കെടുത്ത് പറച്ചാൽ മണ്ടത്തരവും പൊങ്ങച്ചവും തെറിയും തൊലിക്കട്ടിയും വിടുവായത്തിനും മാത്രമേ ആ വായിൽ നിന്നും വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതേ കേട്ടിട്ടുള്ളൂ. അതുപോലെ വീണ സരസ്വതിയാണ് ആ നാവിൽ കുടികൊള്ളുന്നത് എന്നും എനിക്ക് തോന്നുന്നു. ഒരു സംഘം അലവലാദികൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മഹാ അലവലാദിയായി അപപ്പതിക്കാണോ ടിനിട്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സിനിമാക്കാരെ ഭരിക്കുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനിട്ടോം എന്നെ പരസ്യമായി അശ്ലീലവും അസഭ്യവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു. എന്താ ഇംഗ്ലീഷായ കുഴപ്പമുണ്ടോ? അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. പട്ടി ഡാഷ് ഓ ഡാഷ് മോളെ. കത്തിലും പക്ഷെ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാടൻ ഭാഷ പറയുന്ന ഒരു തെറിയാണ് പട്ടി. അങ്ങനത്തെ ഒരു തെറി മോളെ, നിന്റെ അമ്മയുടെ ഡാഷ് 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 ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണ ഉത്സവ ഇത്രയും നാണം കെട്ട അലവലാദികളുടെ ഒരു സംഘടനയായി അമ്മ അതപ്പതിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അമ്മ എന്നിട്ട് ഇപ്പൊ കാര്യം എന്തോ പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ വെട്ടിത്തുറന്ന് സംസാരിക്കാൻ ഇങ്ങനെ കഴിഞ്ഞേ ഉള്ളൂ. ബാക്കിയുള്ളവര് എന്തായാലും ആരും ഒന്നും മിണ്ടുന്നില്ല. ഇയാളെങ്കിലും എന്തോ 4 വാക്ക് പറയട്ടെ, ജനങ്ങൾക്ക് കേൾക്കാമല്ലോ. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല. നമ്മുടെ അമ്മ വിഷയം കത്തി നിൽക്കല്ലേ. ഒരുപാട് പ്രസ്താവനകൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു പെൺകൊച്ച്, അതിൽപ്പെട്ട ഒരു പെൺകൊച്ച്, നേതൃസ്ഥാനത്തിരുന്ന ഒരു പെൺകൊച്ച്, ആ കുട്ടി രാജിവെച്ചിട്ട് പിന്നെ ഒരു പരാതി പറയാൻ ചെന്നപ്പം ആ പെൺകുട്ടിയുടെ പരാതി കേൾക്കുന്നതിന് പകരം ഇരയാകപ്പെട്ട ആ പെൺകുട്ടിക്ക് എതിരെ നിൽക്കുന്ന പരിപാടിയാണ് ആര് കാണിച്ചേക്കുന്നത്? ഈ സ്ത്രീപക്ഷ കമ്മിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്ന സ്ത്രീപക്ഷ നേതാക്കൾ എന്ന് പറയുന്ന കുറെ തൽപര കക്ഷികൾ കാണിച്ചത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് സോഷ്യൽ മീഡിയ ത്രൂ അൻസിബയ്ക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം മാറ്റി വെക്കാം. ഇതിനകത്തുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി ഈ പറഞ്ഞതുപോലെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അമ്മയ്ക്കകത്ത് പിന്നെ നേതൃസ്ഥാനത്തിരിക്കുന്നത് സ്ത്രീകളാണല്ലോ. സ്ത്രീകളെ കേൾക്കുമ്പോൾ, സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് ഇച്ചിരി പരിഗണന കിട്ടുമെന്നുള്ളതല്ലേ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ നേരെ മറിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇരയാകപ്പെട്ട വ്യക്തിക്ക് എന്താണ് പിന്നെ ക്രൂശനവും, പിന്നെ ഇതിനകത്ത് പ്രതിയാണെന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് എന്താണ് സ്വീകാര്യതയാണ് അമ്മ ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത്. അമ്മയല്ല, അമ്മയിലെ നേതൃത്വങ്ങൾ. അപ്പൊ ഇതിനകത്തൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രമുഖ നടന്മാരാരും ഈ ഒരു വിഷയത്തിൽ പ്രതികരണമോ അല്ലെ അമ്മയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്തില്ല. അതെന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഈ ദിനേശ് ഏട്ടൻ പറയുന്നത് പോലെ വായില്ല കുന്നില്ല അപ്പന്മാരായിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആകട്ടെ. അപ്പൊ സോഷ്യൽ മീഡിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അൻസിബയ്ക്ക്. അപ്പൊ അതുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് കരുതാം. അത് മാത്രമല്ല, ഈ പറയുന്ന ടിനി ടോമിന് ഇത്രയും ഹോൾഡ് വരാൻ കാരണം എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഈ ദിനേശ് ഏട്ടൻ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരിക്കും അവർ പക്ഷേ എന്തായിരുന്നാലും ഇന്ന് കുറച്ച് കാര്യങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടി തരാനുള്ള കാര്യം പരിഗണിക്കുക. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നാണ് പഴമക്കാർ പറയാറ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു പെൺകൊച്ചിനെ അവിടെ ജനിച്ചത് മുസ്ലിം ആയതുകൊണ്ട് മേത്തച്ചിയെന്നും അമ്മയുടെ രണ്ടാം ഭർത്താവിനോടൊപ്പം കിടക്കുന്നുള്ളെന്നും മോഹൻലാലിന്റെ പേര് കൂട്ടിച്ചേർത്ത് അനാവശ്യം പറയുകയും ചെയ്യുന്നവനെ ചെല്ലക്കുട്ടനായിട്ടാണ് ചിലർ കൊണ്ടു നടക്കുന്നത്. അവർക്ക് തങ്കക്കുടമാണ്. എനിക്ക് വർഷങ്ങളായി പല സഹായങ്ങൾ ചെയ്തിരുന്ന തങ്കപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അലവലാദികളുള്ള നാടാണ് കേരളം. കിട്ടുന്ന ഇരകളെയൊക്കെ പറ്റിച്ചെത്തുന്ന ചേർക്കുന്ന തല്ലിപ്പൊടികൾക്കും ഈ പറഞ്ഞ തെമ്മാടികൾക്കും സപ്പോർട്ട് കിട്ടും. അതാണ് കേരളം. ഇപ്പൊ തന്നെ നോക്കിയേ, നിർമ്മാണ വിതരണ പ്രദർശന രംഗത്തെ നേതാവാണ് അനിൽ തോമസ്. അനിൽ തോമസ് ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു ക്ലിപ്പിംഗ് എനിക്ക് ആരാധിച്ചു. അതിൽ അദ്ദേഹം അശ്വന്ത് കോക്ക് എന്ന ആധുനിക
സിനിമാ നിരൂപണ രംഗത്തെ ഒന്നാം സ്ഥാനക്കാരനെതിരെ ആരും പരാതി കൊടുത്തില്ലെങ്കിൽ സംഘടന പരാതി കൊടുക്കും എന്ന് വച്ച് കാച്ചു. കാരണം അശ്വന്ത് കോക്ക് പട്ടി എന്ന് വിളിച്ചത് ഒരു കേന്ദ്രമന്ത്രിയുടെ മകനെയാണത്രേ. അതാണ് അനിൽ തോമസിന് സഹിക്കാത്തത്. അമ്മ എന്ന സഹോദര സ്ഥാപനത്തിലെ അല്ലെങ്കിൽ സഹോദര സംഘടനയിലെ അപരകളായ പെണ്ണുങ്ങളെ ഒരു ബോറൻ അശ്ലീലം വിളിച്ച് നാറ്റുന്ന കഥയൊന്നും അനിൽ തോമസുമാർക്ക് പ്രശ്നമല്ല, അത് സ്വാഭാവികം എന്നാണ് കരുതുന്നത് എന്ന് തോന്നുന്നു. നിങ്ങൾ അസോസിയേഷന്റെ ചെലവിൽ സുരേഷ് ഗോപിയെ സൂചിപ്പിക്കാനായി നടത്തിയ പത്രസമ്മേളനം പരമ ബോറായിരുന്നു അനിലെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജഗതി പറയും പോലെ സോപ്പ് ഇട്ടോ, കൂടുതൽ പതപ്പിക്കുണ്ടായിരുന്നു എന്നാണ് എനിക്ക് അനിലിനോട് പറയാനുള്ളത്. ഭാഗ്യം കൊണ്ടും കൊണ്ടു നടക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടും അപാരമായ തൊലിക്കെട്ടി ഉള്ളതിനാലും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തൊട്ടിത്തനം മായാതെ കിടക്കുന്നതിനാലും പ്രോത്സാഹിപ്പിക്കാൻ കൂടെ നിൽക്കാൻ കുറെ അലവലാദികൾ കൂട്ടുള്ളതിനാലും നനച്ചിരിക്കാതെ കുറെ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസിൽ ഉള്ളതിനാലും അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കും, ഉറപ്പാണ്. ഈ ജനസിലെ ഒരു സിനിമാക്കാരനാണോ ടിനി ടോം എന്ന മഹാൻ? തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ടിനി. തെറ്റുപറ്റി എന്ന് തോന്നിയാൽ മാന്യനാണെങ്കിൽ തിരുത്തും, ക്ഷമ ചോദിക്കും. ബുദ്ധിയുള്ളവരാണെങ്കിൽ സൂക്ഷിക്കും, പിന്നീട് നാക്കിനെ കൺട്രോൾ ചെയ്യും. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന തരക്കാരാണെങ്കിലോ? നാണം തോന്നുന്നു ഓരോ ദിവസവും ടിനി ടോം എന്ന മനുഷ്യനെ കുറിച്ച് വരുന്ന വാർത്തകൾ. മലയാളത്തിലെ പ്രശസ്തനായ ഒരു നിർമ്മാതാവ് എനിക്കൊരു ലെറ്റർ അയച്ചു തന്നു. അമ്മ പ്രസിഡന്റിന് എക്സിക്യൂട്ടീവ് അംഗമായ നീന കുറുപ്പ് അയച്ച ലെറ്ററാണത്. പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും വനിതയായ രാഷ്ട്രപതിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അയക്കേണ്ട ഗുരുതരമായ ഒരു പരാതിയാണ് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് പോകുന്ന UKG പിള്ളേരുടെ ലെവലിൽ ഡ്രസ് ഇട്ട് എന്ത് ചോദിച്ചാലും വികളി ചിരിച്ചു കാണിക്കുന്ന ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രസിഡന്റിനാണോ നീന കുറുപ്പെ കത്ത് അയക്കേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അൻസിബ കാണിച്ച അത്രയെങ്കിലും ധീരത താങ്കൾ കാണിക്കണമായിരുന്നു, കാണിച്ചില്ല. ഈ അലവലാതിയും അവനെ പിന്തുണയ്ക്കുന്ന കൂതറകളുമുള്ള ഈ കമ്മിറ്റിയിൽ വോട്ട് വാങ്ങി ജയിച്ചു വന്നാൽ ഞാനില്ല എന്ന് എഴുതി കൊടുക്കണ്ടേ നീന കുറുപ്പ്? ആത്മാഭിമാനമുള്ള മീശ വെച്ചതും ഇല്ലാത്തതുമായ ആരെങ്കിലും ഇവന്റെയൊക്കെ ഒപ്പം ഒരു സംഘടനയിൽ ഇരിക്കൂ? എനിക്ക് നീനയോട് നാണം തോന്നുന്നത് അവിടെയാണ്. ഇല്ലെങ്കിൽ 10 അടി ടിനി ടോം ഇടിക്കുകയോ മൃതപ്രായയാക്കുകയോ ചെയ്യട്ടെ. അതിനിടയിൽ കാലി കിടന്ന ചെരിപ്പൂരി ആ ആവാസന്റെ 4 പല്ലടിച്ച് താഴെ ഇടണമായിരുന്നു നീന. എങ്കിൽ നീനെ ആ ഒരു പെണ്ണെന്ന് പറഞ്ഞനെ. നിങ്ങളൊക്കെ ഇത്ര നാണം കിട്ടവരാണോ നീന എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്ത്രീ ശാക്തീകരണം, തേങ്ങാക്കൊല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. കണ്ട അലവലാദികൾക്ക് നിരങ്ങാൻ പാകത്തിൽ കേരളത്തെ കൊണ്ടെത്തിച്ച എന്റെ നേതാവ് ഭരിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ അരങ്ങേറിയത്, അല്ലാതെ VD സതീശൻ വന്നപ്പോൾ അല്ലല്ലോ. ഇതെല്ലാം കൃത്യമായി പിണറായിയോട് ഒട്ടിനിന്ന മമ്മൂട്ടിയും മോഹൻലാലും അറിഞ്ഞിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അവരുടെ എന്താ പറയുക, ഇയർത്തായി നിന്ന് അവർക്ക് ഇക്കിളി കഥകൾ പറഞ്ഞ് സുഖിപ്പിക്കുന്ന ടിനിയെ അവരും തിരുത്തിയില്ല എന്നുള്ള ഒരു വലിയ പാതകം അവരും ചെയ്തിട്ടുണ്ട്. ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാനാവും അല്ലേ? നീന അയച്ച അമ്മയ്ക്ക്, അമ്മയുടെ പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്ക് രണ്ടുപേർക്കും അയച്ച കത്ത് വായിക്കാം. ദ പ്രസിഡന്റ് ആൻഡ് ജനറൽ സെക്രട്ടറി, ആദരണീയരായ മാഡംസ് എന്നാണ് എഴുതേണ്ടിയിരുന്നത്. അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോം, അപ്പോഴും ശ്രീ പറഞ്ഞാണ് പറഞ്ഞത്, എന്തിനാ ശ്രീ ആലോചനയ്ക്കൊക്കെ ശ്രീ എന്ന് എഴുതണേ? ശ്രീ ടിനി ടോമിന്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസംഭവ്യവും അംഗീകരിക്കാനാകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവമേറിയ ഒരു ഔദ്യോഗിക പരാതി സമർപ്പിക്കുന്നതിനാണ് ഈ കത്ത് എഴുതുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ അമ്മ കുടുംബസംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാത്തത് എന്നതാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീതിപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റു പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വ്യക്തികൾ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തെയും മത പരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടു, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാം ദശനും തമ്മിൽ അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും ഇദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും ഞാൻ സാക്ഷിയാണ്. ഈ ആവർത്തിച്ചുള്ള പെരുമാറ്റ രീതി അസോസിയേഷനുള്ളിൽ ഭയം, അസ്വസ്ഥത, അനാദരം എന്നിവ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച്
ചില വനിതാ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ഭീഷണിപ്പെടുത്തലിനും പരസ്യമായ അപമാനങ്ങൾക്കും ഭയന്ന് തുറന്ന് അഭിപ്രായം പറയാൻ പോലും മടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ സംഘടനയിലുള്ളത്. അമ്മയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം വ്യക്തിപരമായി എനിക്ക് അതീവ മാനസിക പീഡനവും പൊതുജനങ്ങൾക്ക് മുന്നിലുള്ള അപമാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുപരി ഇത് നമ്മുടെ അസോസിയേഷനായ നമ്മുടെ അന്തസ്സിനും പ്രതിഷ്ഠയ്ക്കും കളങ്കമുണ്ടാക്കുന്നതുമാണ്. ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ശിസ്തം, അതെന്താണ് ശിസ്തം എന്നെനിക്ക് മനസ്സിലായില്ല, സത്യനിഷ്ഠ, പരസ്പര ബഹുമാനം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതാണ്, അല്ലാതെ അതിനെ തകർക്കുന്നതല്ല. അതുകൊണ്ട് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ പരിഗണിച്ച് അടിയന്തരവും നിഷ്പക്ഷവുമായ അന്വേഷണം ആരംഭിക്കണമെന്നും തുടർന്ന് അദ്ദേഹത്തിനെതിരെ അനുയോജ്യകരമായ ശാസന നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു പൊള്ള് സംഭവിക്കില്ല. ആവശ്യമായ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതിനും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നതിനും ഞാൻ സന്നദ്ധയാണ്. അസോസിയേഷന്റെ പരമോന്നത അധികാരികൾ എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എല്ലാ അംഗങ്ങൾക്കും സുരക്ഷിതവും മാന്യവും ബഹുമാനപൂർണവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചോക്ക് സംഭവിക്കില്ല. നന്ദി. വിശ്വസ്തയോടെ നീന കുറുപ്പ്, EC മെമ്പർ, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, അമ്മ അസോസിയേഷൻ. ഇതാണ് കത്ത്. എങ്ങനെയുണ്ട് അന്വേഷണം? ഞാൻ പറയുന്നത് ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ടോം, ലക്ഷ്മിപ്രിയ, പിന്നെ പുറത്തു നിന്ന് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ പ്രിയങ്ക, പൊന്നമ്മ ബാബു, ബിന്ദു വാരപ്പുഴ, ഉഷ ഹസീന മുതലായവരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണം എന്ന് ഞാൻ പറയും. അങ്ങനെയും കൂടെ എഴുതാമായിരുന്നു നീന കുറിപ്പിനെന്ന് ഞാൻ പറയും. ഇവരെയൊക്കെ വേണം ഇത് അന്വേഷിക്കാൻ വിടാൻ. അപ്പോഴേ അതിന്റെ കൃത്യമായ ഉത്തരം വരുള്ളൂ. ഈ അമ്മയില് താരസംഘടനയായ അമ്മയുടെ ഒരു നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സ്ത്രീകളെ മുമ്പോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഭരണത്തിന്റെ തലപ്പത്ത് പിടിച്ചിരുത്തിയെന്ന് പറഞ്ഞാലും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ പറയുന്ന അമ്മ എന്ന് പറയുന്നത്. അമ്മ മാത്രമല്ല കേട്ടോ, എല്ലാം അങ്ങനെ ആണല്ലോ പൊതുവെ. അപ്പൊ എന്തായിരുന്നാലും ഇനിയിപ്പോ പുരുഷന്മാർ നയിക്കട്ടെ അല്ലെ സ്ത്രീകൾ നയിക്കട്ടെ, ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ തനിക്കെതിരെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ ആരോപണ വിധേയനായവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ മാത്രം സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്, എതിരിക്കുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ, അതിനകത്തൊന്നും നമുക്ക് കാര്യമില്ല. പക്ഷെ അയാളുടെ ഭാഗം കൂടെ കേട്ട് രണ്ട് ഭാഗവും ഒന്ന് നോക്കിയിട്ട് വേണ്ടായോ സത്യങ്ങൾ തിരിച്ചറിയാനും അല്ലെങ്കിൽ കൂടെ നിൽക്കാനും ഇതെടുക്കാനൊക്കെ വേണ്ടി. ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു തരത്തിലേക്ക് പെരുമാറുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയുടെ ഒരു ഭാഗം കേൾക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അൻസിബയ്ക്ക് ഒരു തരത്തിലുള്ള നീതി ഈ അമ്മ സംഘടനയിൽ നിന്ന് ഒരു വശത്ത് നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. വിരളിൽ എന്നാകുന്ന 1-2 പേരുടെ സപ്പോർട്ട് മാത്രമാണ് ആ കൊച്ചിന് കിട്ടിയേക്കുന്നത്. ബാക്കി എല്ലാവരും കുറച്ചുപേരും മിണ്ടാതിരിക്കുന്നു. പ്രമുഖരായിട്ടുള്ളവരാരും മിണ്ടുന്നില്ല. ഇനി അവർ രഹസ്യം പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇപ്പം അമ്മയ്ക്ക് അത് വിലസിക്കൊണ്ടിരിക്കുന്ന കുറച്ച് അംഗങ്ങളെല്ലാം കൂടെ ടിനി ടോമും ആയിട്ട് കയറി വിലസുകയാണ്. അപ്പൊ വരും ദിവസങ്ങളിൽ അൻസിബ കഴിഞ്ഞ ദിവസം ഒരു പത്രങ്ങൾക്ക് ബൈറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞപ്പോൾ ഇനി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഇതിന്റെ പുറകെ കാണുമെന്നുള്ളത്. ഈ മീഡിയയുടെ ഒക്കെ കവറേജും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് അങ്ങ് മായും. ഈ ടിനി ടോമും മറ്റു കുഴപ്പമൊന്നുമില്ല, അതങ്ങ് പോകും. ഈ അൻസിബ എന്ന് പറയുന്ന നടി എന്തെടുക്കും, പയ്യ നിറമങ്ങി പോവും. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇല്ല പാർവതിയൊക്കെ പോയതുപോലെ ആരും അറിയാതെ പയ്യെ അങ്ങ് ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകും. അതായിരിക്കാം മിക്കവാറും സംഭവിക്കുന്നത്. ഇൻ കേസ് ഈ ടിനി ടോമിനെതിരായിട്ട് എന്തെങ്കിലും നടപടി വന്നു കഴിഞ്ഞാൽ, ദിലീപ് ഇഷ്യൂ ഒക്കെ പോലെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അന്നേരം ഒരു വാർത്തയാകും എന്ന് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഈ അൻസിബയുടെ ഭാവി എന്താവും എന്നുള്ളതാണ് നമുക്കറിയാൻ വയ്യാത്തത്. അപ്പോൾ എന്തായിരുന്നാലും ഈ വീഡിയോ അവസാനം വരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി എല്ലാവരും ഒന്ന് പരിഗണിക്കുക. താങ്ക്